സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ കൂടെ ഇപ്പോൾ പ്രവർത്തിച്ചല്ലോ, എങ്കിലും ഈ ആദ്യ കാലഘട്ടത്തിൽ ഈ രംഗത്തേക്ക് വരാൻ സഹായിച്ച അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ചും. ഞാൻ എൻ്റെ ആദ്യത്തെ 5 ഫിലിമും ഞാൻ ചേട്ടൻ്റെ മ്യൂസിക്കിൽ മാത്രമാണ് പാടിയത്. അതിന് ശേഷമാണ് ഞാൻ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് പാടി തുടങ്ങിയത്. ആദ്യത്തെ 5 ഫിലിമും ചേട്ടൻ്റെ തന്നെയായിരുന്നു. അപ്പം ചേട്ടൻ്റെ പാട്ട് പാടുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഒരു മൂത്ത ചേട്ടൻ എനിക്ക് പഠിപ്പിച്ചെന്ന് പാടുന്ന പോലെ അങ്ങനെ ഒരു സത്യം പറഞ്ഞ ഒരു ഭയം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ദാസേട്ടൻ്റെ കൂടെ പാടിക്കാനായിട്ട് പ്രണയവസന്തം എന്നുള്ള പാട്ട് പാടാം. അപ്പോൾ ചേട്ടനാണ് എൻ്റെ അടുത്ത് ആദ്യം നോക്ക്, നീ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗായകൻ്റെ കൂടെയാണെന്ന് പാടാൻ പോകുന്നത്. അതുവരെ എനിക്ക് പേടിയേ ഇല്ലായിരുന്നു സത്യത്തിൽ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചേട്ടനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ടെൻഷൻ തുടങ്ങി. അപ്പോൾ ഓൾറെഡി ഒരു പ്രാവശ്യം പാടിക്കഴിഞ്ഞ പാട്ടാണ്, എന്നിട്ടും കൂടെ ഞാൻ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ തെറ്റിക്കാൻ തുടങ്ങി പേടിയുണ്ട്. പക്ഷെ അന്നും ദാസേട്ടനാണെങ്കിലും അന്ന് വളരെ ഒരു സമാധാനമായിട്ട് ചേട്ടനാണ് എനിക്ക് ആദ്യം ഹെഡ്ഫോൺ എടുത്ത് വെച്ചെന്നതൊക്കെ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓർമ്മ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. ചേട്ടൻ്റെ സംഗീതത്തെക്കുറിച്ച് വിലയിരുത്താനൊന്നും അറിഞ്ഞൂടാ. എന്നാലും ഒരുപാട് എന്താ പറയണ്ട, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചേട്ടൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒന്നും ചേട്ടന് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും അതിലെനിക്കും ചെറിയ പരാതിയും പരിഭവമൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിരുന്നു. ശരിയാണ്. ലളിതഗാനങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ എല്ലാ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എല്ലാം ചേട്ടൻ്റെ പാട്ടുകൾ തമ്മിലുള്ളൊരു മത്സരമായിരുന്നു അധികവും. ലളിതഗാനങ്ങളിൽ അത്രയും വലിയൊരു കോൺട്രിബ്യൂഷനാണല്ലോ. എനിക്ക് തോന്നുന്നു വേറെ ആരും റേഡിയോയിൽ ഇപ്പം തന്നെ ഞങ്ങൾ പിന്നെ പറയാൻ പാടുണ്ട്, വേറെ ചാനലിൻ്റെ പേരൂടെ പറയാൻ പാടില്ലല്ലോ, വേറൊരു ചാനലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചേട്ടൻ്റെ ലളിതഗാനങ്ങളുടെ ഒരു സ്റ്റഡി എടുക്കുമ്പോഴാണ് എന്തുമാത്രമാണ് ചെയ്തിട്ടുള്ളത്, അതിൽ എത്രമാത്രം നല്ല പാട്ടുകൾ, ഓരോന്നിനകത്തുള്ള മ്യൂസിക്കലായിട്ടുള്ള ഓരോ രാഗങ്ങളെ ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ളതും അതിൻ്റെ എത്ര ഡീപ്പായിട്ടാണ് അതിനകത്തുള്ള നോളജ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ. അപ്പോൾ കൊച്ചു പ്രായത്തിലൊന്നും അറിഞ്ഞൂടാ, കേട്ട് പഠിപ്പിച്ചു തരണോ പാടി പോകണോ എന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് പോകാൻ അറിയില്ല. ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടെ ഒന്ന് കേൾക്കുമ്പോൾ അയ്യോ. അന്നത്തെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പറഞ്ഞ പോലെ എല്ലാം ചേട്ടൻ്റെ പാട്ടുകളായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ചേട്ടനായിരുന്നു ജഡ്ജായിട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ എല്ലാം സ്വന്തമായിട്ടുള്ള പാട്ടുകൾ വന്നിട്ടാണ് ചേട്ടൻ പോകുന്നത് നിർത്തി. ഇനി എന്നെ വിളിക്കരുത്, ജഡ്ജായിട്ട് വിളിക്കരുത്, കാരണം പാടുന്ന എല്ലാം സ്വന്തം പാട്ടുകളല്ലേ. അപ്പോൾ അവസാനം പരാതി പാടുന്നതൊക്കെ ശിഷ്യകളും അതെ. ബീനയൊക്കെയാണ് അന്നത്തെ എപ്പോഴും. ബീനയ്ക്ക് ഓൾറൗണ്ടർ ആയിരുന്നു അന്നത്തെ. വേണു ഇവരൊക്കെ സ്ഥിരമായിട്ട്. ദാസേട്ടനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ അവരൊക്കെ സംഗീത കോളേജ്. അപ്പോൾ അവരുടെ തമ്മിലുള്ള ബന്ധം എന്താണ്? അത് പിന്നെ നേരത്തെ ഉള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ. ദാസേട്ടൻ ഇവിടെ പിന്നെ ട്രിവാൻഡ്രത്ത് ദാസേട്ടനും അച്ഛനും കൂടെ വന്ന സമയത്ത് അവർ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ അവർ ഒന്നിച്ച് പോകാറുണ്ട്. അവിടെ വെച്ച് വലിയ കുടുംബ ബന്ധമായിരുന്നു. വളരെ കുഞ്ഞിലെയുള്ള ദാസേട്ടൻ്റെ അച്ഛനും ചേട്ടൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തെ തുടങ്ങിയത്. അവർ പിന്നെ നാടക ട്രൂപ്പിലൊക്കെ പാടിക്കൊണ്ടിരുന്നതല്ലേ. അച്ഛൻ വലിയ സംഗീതജ്ഞനായിരുന്നു, ദാസേട്ടൻ്റെ അച്ഛനും വലിയ സംഗീതജ്ഞന്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധമാണ്. അത് മക്കളിലേക്കും പടർന്നു. പിന്നെ കല്യാണത്തിന് ശേഷം ഞാൻ കൂടുതലും വളരെ ഇവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം അത് നല്ല രസമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എടാ പോടാ എന്ന് വിളിക്കുന്നൊരു ബന്ധം എനിക്ക് തോന്നുന്നു ഫിലിം ഫീൽഡിൽ ഇവർ തമ്മിൽ മാത്രമേ ഉള്ളൂ. തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടാലും അതെ അതുപോലെ അത്ര വളരെ ഫ്രീ ആണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതൊക്കെ. അവരിങ്ങനെ വഴിയോരത്തൊക്കെ ഇരുന്ന് പഴയ പാട്ടുകളൊക്കെ പാടാറുണ്ടായിരുന്നു, ഹിന്ദി പാട്ടുകളൊക്കെ. ചേട്ടൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് മുമ്പിൽ അതെ ദാസേട്ടൻ ഇന്നാളിൽ വന്നപ്പോൾ അത് പിന്നെ മൂത്ത മോനെ കാണിച്ചു കൊടുത്തു. ഇവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്, ചെമ്മൻകുടി സ്വാമിയാണ് താമസിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിന് നേരെ മുൻപിൽ അവിടെയായിരുന്നു ദാസേട്ടൻ. അത് അവിടെ നിന്നാണ് മദ്രാസിലേക്ക് പോകുന്നത് സിനിമ പാട്ട് പാടാനായിട്ട് ആദ്യത്തെ 63. അങ്ങനൊരു ദാസേട്ടൻ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അന്ന് കോളേജിൻ്റെ പ്രിൻസിപ്പളും ചെമ്മൻകുടി സ്വാമിയായിരുന്നു. ചേട്ടൻ്റെ ലളിതഗാനം ഞാൻ ആദ്യമായിട്ട് പാടുന്നത് സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ എന്നുള്ളൊരു പാട്ടാണ്. അത് ലളിതഗാനമേളയായിട്ട് ഇൻവൈറ്റഡ് ഓഡിയൻസിൻ്റെ മുമ്പിൽ അത് കുറച്ച് ലളിതഗാനങ്ങൾ ഒരു എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ റെക്കോർഡ് ലൈവായിട്ട് പാടുന്ന റെക്കോർഡ് ചെയ്തിട്ട് വിടുമായിരുന്നു. അങ്ങനെ അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ പാടിയതിൽ എനിക്ക് ലളിതഗാനങ്ങളിൽ എനിക്ക് കുറച്ച് ഒരു കൂടുതൽ പേര് കിട്ടിയത് ആ ഒരു പാട്ടിനായിരുന്നു. സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. നമുക്കൊന്ന് പാടാവോ? സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ സ്വരസുന്ദരിമാരെ നിങ്ങളുറങ്ങും സോപാനമല്ലോ സ്വപ്നം. സ്വരസുന്ദരിമാരെ നിങ്ങളുറങ്ങും സോപാനമല്ലോ സ്വപ്നം. സ്വർണരഥത്തിൽ നിങ്ങളയക്കും സ്വപ്നങ്ങളല്ലോ കാലം. സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ സ്വപ്നങ്ങൾ